മീനമാസത്തിലെ രേവതി ഇന്നാണ് എൻ്റെ പിറന്നാൾ കേട്ടോ. അപ്പം ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് സാരിയൊക്കെ കൊടുത്ത് അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണേ. അപ്പോൾ അതാ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ മുല്ലപ്പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുറേ അല്ല, അത് ആ കുറ്റിയിൽ കുറച്ച് അത്യാവശ്യം മുല്ലപ്പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ മുല്ലപ്പൂ. അത് കുറേ ഉണ്ടെങ്കിൽ നമുക്ക് പൂവൊക്കെ തലയെ ചൂടായിരുന്നു. പക്ഷെ അത് ആ ഒരു കുറ്റിയിൽ മാത്രം ഇത്തിരി ഉണ്ടായിട്ട് നമുക്ക് കാലയിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, പിന്നെ നല്ല മണമായിരിക്കുമല്ലോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഏട്ടൻ കൊണ്ടാക്കി തരാമെന്ന്. വെള്ളടിക്കുന്നുള്ള അമ്പലത്തേക്ക് തന്നെയാണ് പോണത് കേട്ടോ. ഒരു 7:30 ആകുമ്പോഴേക്കും ഞാൻ റെഡിയായി അമ്പലത്തിൽ പോയി തൊഴാമെന്ന് വിചാരിച്ചിട്ടോ. കുട്ടികളൊക്കെ ഉറങ്ങുമായിരുന്നു, കാരണം തലേ ദിവസം വേദു 11:45 ആയി കിടക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവനെ എണീപ്പിച്ചില്ല, അവളെ ഒന്നും എണീപ്പിച്ചില്ല, ഞാൻ മാത്രം പോയി തൊഴുതു കേട്ടോ. പുഷ്പാഞ്ജലിയും കഴിച്ചു. അമ്പലത്തിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ഓരോ റീലൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് മടി കാരണം ഞാൻ കുറേ ഒന്നും എടുക്കാറില്ല കേട്ടോ. പിന്നെ ഞങ്ങളുടെ അമ്പലത്തിൽ ആ നേരത്തൊന്നും തിരക്കുണ്ടായില്ല, പിന്നെ വിശേഷ ദിവസങ്ങളിൽ കൂടുതൽ തിരക്കുണ്ടാവുക. അപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഇതുപോലെയൊക്കെ എടുത്തു കേട്ടോ. പിന്നെ വിഷു ആയല്ലോ, അപ്പോൾ അതാ ഒരുപാട് കണിക്കൊന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ എൻ്റെ കല്യാണം നടന്നത്. 12 വർഷങ്ങൾക്ക് മുന്നേ ആ നടയിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ താലികെട്ടുണ്ടായിരുന്നത്. പിന്നെ പുഷ്പാഞ്ജലി കഴിച്ച പ്രസാദം കിട്ടി തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോയിട്ടോ. ബൈക്കിൽ തന്നെയാണ് ഏട്ടൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പം എൻ്റെ ഏട്ടൻ സർപ്രൈസായിട്ട് എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടു തന്നു. ഏട്ടൻ അങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റോ അങ്ങനത്തെ ഒന്നും തരാറില്ല കേട്ടോ. ഡയറി മിൽക്ക് വലുത് ഫാമിലി പാക്ക്. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി അത് കഴിച്ചു. അത് ഈ വീഡിയോയിലുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല പണിയുള്ള ദിവസമായിരുന്നു, കാരണം അമ്മയ്ക്ക് വയ്യായിരുന്നു. അമ്മ രാവിലെ തന്നെ ഡോക്ടറെ അടുത്തൊക്കെ പോയി കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ കുറേ ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ ഉണ്ടാക്കി. ആ വീഡിയോ ഒന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം എനിക്കങ്ങനെ ഈ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല ഗൈസ്. എനിക്ക് അങ്ങനെയൊന്നും അറിയൂല, എനിക്ക് ഇഷ്ടമല്ല അങ്ങനെയൊന്നും എടുക്കാൻ. ഭയങ്കര പ്രാന്തായിരിക്കും ഫോം വെച്ചെടുക്കല. അപ്പോൾ അമ്മ അതൊക്കെ കഴിഞ്ഞ് കുറേ നാളികേരം ഞാൻ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കൂടാതെ ഇത്തിരി നാളികേരം വന്നപ്പോൾ അമ്മ ചിരകി അത് ഇടിച്ചക്കപ്പേരി ആയിരുന്നു, അത് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാർ, അങ്ങനെ അത്യാവശ്യം വേണ്ട ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ മകളുടെ ഒരു സർപ്രൈസ് ആണ് കേട്ടോ, അത് കണ്ടോളൂ. അപ്പോൾ അമ്മയ്ക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് ഉണ്ടാക്കിയതാണ്, അത് അമ്മ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് അമ്മ വന്നിട്ട് കൊടുക്കാം കേട്ടോ. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ല, അപ്പോൾ കൊടുക്കാം. കൈ അമ്മയുടെ ഗിഫ്റ്റാ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ അമ്മ, ലവ് യു. ഇത് തുറക്കുക. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെയാടി ഒന്ന് കയറ്, അങ്ങനെ കയറട്ടെ. ഞാൻ മിഠായി പോയിട്ടോ. അത് സാരില്ല, കുറച്ചും കൂടി കയറും. ഇവിടുന്ന് അങ്ങോട്ട് കയറും. ഫസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ടേ. ഓക്കെ എടുത്തോളൂ. അത് രണ്ടും കീറും. ആദ്യം ഏതാ കീറുന്ന? ആദ്യം ഇതല്ല. എന്താ അമ്മ ഓപ്പൺ ഇറ്റ്. തുറക്കൂ തുറക്കൂ. മറ്റേ ഗിഫ്റ്റ് പോയല്ലോ. തുറക്കുക, വായിക്കുക. ഇത് പൊട്ടിക്കണം. എൻ്റെ കാല് കാണരുത്. ഇത് അമ്മയ്ക്ക് വേദനയല്ല, അമ്മ ചോദിച്ചു. ഞാൻ വന്നിട്ടാ അവളുടെ സർപ്രൈസ് വീഡിയോ ഒക്കെ കണ്ടല്ലോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഡയറി മിൽക്കിൻ്റെ കാര്യം ഓർമ്മ വന്നു കേട്ടോ. വേദുവാണ് കണ്ടുപിടിച്ചത്, ഫ്രീസറിൽ വെച്ചത്. അപ്പോൾ അത് പൊട്ടിച്ച് എല്ലാവർക്കും കൊടുത്തു തന്നു. പൊട്ടിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ഇവിടെ. എത്രയായാലും അവന് കൂടുതൽ വേണം അങ്ങനെയൊക്കെ പറയും. ഒരു കഷ്ണം ഫസ്റ്റ് ഞാനിനെ കഴിച്ചു കേട്ടോ, എൻ്റെ അല്ലേ പിറന്നാൾ. അപ്പോൾ അങ്ങനെ കഴിച്ചു, എന്നിട്ടാണ് കുട്ടികൾക്കൊക്കെ കൊടുത്തുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വിളക്കൊക്കെ കഴുകി വൃത്തിയാക്കി, വിളക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ അമ്മ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നേ, തിരി ചെറുതാണെന്നോ എന്താ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വിളക്കത്തൊക്കെ വിളമ്പി കേട്ടോ. എന്താ പദാർത്ഥങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. വലിയ സദ്യ കേട്ടൊന്നല്ല, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഇഞ്ചി തൈര് ഉണ്ടാക്കി. പിറന്നാളിന് ഇഞ്ചി തൈര് പ്രധാനമാണെന്ന് പറയില്ല, 1000 കറികൾക്ക് പ്രധാനമാണ്, എന്തോ പകരമാണെന്നോ എന്തൊക്കെ പറയില്ല. പിന്നെ അച്ചാർ, അടിപൊളി അച്ചാറാണ് കേട്ടോ. പിന്നെ അവിയൽ, ഇടിച്ചക്കൊപ്പേരി, പപ്പടം, സാമ്പാർ, ചോറ്, പിന്നെന്താ സേമിയ പായസം. ഇത്ര ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറയാട്ടോ നല്ല ടേസ്റ്റ്. അമ്മ ഉണ്ടാക്കിയ എല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ആ മാങ്ങ കറി ഉണ്ട്,
എന്ത് ടേസ്റ്റ് ഇപ്പോഴും നാവിലിങ്ങനെ വെള്ളം വരിക കേട്ടോ. പിന്നെ അവിയലൊക്കെ അമ്മ ഉണ്ടാക്കണ നല്ല ടേസ്റ്റാണ്. നല്ല വെളിച്ചെണ്ണയും ഒക്കെ പാരുമ്പോൾ നല്ല ആ ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. സാമ്പാറും നന്നായിരുന്നു. എല്ലാം ഞാൻ നല്ല വൈകിട്ട് നിറയെ ഭക്ഷണം കഴിച്ചു കേട്ടോ. ആദ്യം തന്നെ കുറച്ച് ചോറിട്ടാൽ മതിയായിരുന്നു. ഇപ്പോഴും അമ്മ പറയും രണ്ടാമത് വിളമ്പുമ്പോൾ വേണ്ടാന്ന് പറയരുത് എന്ന് കേട്ടോ. പിന്നെ ഇതൊക്കെ കൂടിയിട്ട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ചില സമയത്ത് അങ്ങനെ സ്വാദ് തോന്നാറില്ല എനിക്ക്. ചില സമയത്ത് നല്ല വിശിക്കുന്ന ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് സദ്യ അത് എന്ത് കിട്ടിയാലും നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ നല്ല ആസ്വദിച്ചിട്ട് തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് ഞാൻ ഇലയൊക്കെ കറക്റ്റ് ക്ലീനാക്കി വെച്ചപ്പോൾ അമ്മ വീണ്ടും ഇത്തിരി ചോറ് വിളമ്പിട്ടോ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്, പക്ഷെ വേണ്ടാന്ന് പറയരുത് എന്ന് പറഞ്ഞു. എപ്പോഴും രണ്ടാമത് കുറച്ച് വിളമ്പണത്രേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പായസം കുടിച്ചിട്ട് അന്നത്തെ ഒരു ദിവസം നമ്മുടെ പിറന്നാൾ ദിവസം കഴിഞ്ഞു. അത്രയല്ലേ ഉള്ളൂ. ഈ ഉച്ചയോടുകൂടി നമ്മുടെ പിറന്നാളൊക്കെ കഴിഞ്ഞല്ലോ. ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടോക്കൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നായിരുന്നു എൻ്റെ ബർത്ത്ഡേ, പിറന്നാൾ. നമ്മുടെ മീനമാസത്തിലെ രേവതി. ഹായ് പറവിതു, എങ്ങനെ ഉണ്ടായിരുന്നു പിറന്നാള് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേക്ക് ഒന്നും കട്ട് ചെയ്തില്ല. ഇനി എന്റെ ഭർത്താവിന്റെ പിറന്നാളാണ് 2 ദിവസം കഴിഞ്ഞാൽ. അപ്പൊ ആ ടൈമില് വരികയാണെങ്കിൽ ഒരുമിച്ച് കട്ട് ചെയ്യാം എന്നുള്ളൊരു പ്ലാനാണ്. നോക്കാം. പായസം കുടിച്ചിട്ട് എന്റെ പിറന്നാൾ സമാപിച്ചു. സേമിയ പായസമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പായസം കമന്റ് ചെയ്യുന്നത്. വേറെ കളർ വന്നല്ലോ. അത് മറ്റേ ഇത് മാറ്റുമ്പോഴേ എന്താ എഫക്റ്റ് മാറ്റുമ്പോ ഡ്രസ്സിന്റെ കളർ മാറും. അതാവും പറയുന്നത്. അപ്പൊ നമ്മൾ നോർമൽ ക്യാമറയിൽ എടുക്കണം. ഒരു മിനിറ്റ് ഞാനതൊന്ന് മുഴുപ്പിച്ചോട്ടെ സഹോദര. അപ്പോ എന്റെ പിറന്നാളിന് വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. വിഷ് ചെയ്യാത്തവർക്കും നന്ദി. പിന്നെ എനിക്ക് മനസ്സിലായി എന്നെ ആരൊക്കെ ഇഷ്ടപ്പെടുന്നു കേട്ടോ. കുറെ പേർക്ക് അത് ഈ വീഡിയോ ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത്. നമ്മുടെ ഈ കുട്ടിയുടെ വായ നടപ്പിക്കട്ടെ ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വീഡിയോ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ പോകുന്ന കുറെ പേരുണ്ട്. അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ആയിരിക്കാം, ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കാം. ഞാൻ പേരെടുത്ത് പറയണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ ഒരാളായിരിക്കാം കേട്ടോ, ചിലപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയായിരിക്കും. അതെന്തെങ്കിലും ആയിക്കോട്ടെ. കാരണം അവരായിട്ട് നമുക്ക് അപ്പൊ അവരായിട്ട് നമുക്ക് ഒരു ബന്ധം വേണ്ടല്ലോ. നമുക്ക് അത് നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും, ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കും. അതൊന്നും നമുക്ക് കാര്യമാക്കേണ്ട ആവശ്യമില്ല. സ്നേഹിക്കുന്നവരോട് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നത്. ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇട്ട് തുടങ്ങിയപ്പോൾ വലിയ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒന്നും ഇല്ലെങ്കിലും യൂട്യൂബിൽ ഞങ്ങൾക്ക് അത് വലിയ സബ്സ്ക്രൈബർ ആട്ടോ. 17,500 അത് പറഞ്ഞ ഞങ്ങളുടെ കണ്ണിൽ വലുതാണ്. ലക്ഷങ്ങളൊന്നും ആയില്ലെങ്കിലും. പിന്നെ ഇവരെ കുട്ടികളുടെ വീഡിയോ ആണ് ഞാൻ യൂട്യൂബിലൊക്കെ ഇട്ടാർന്ന്. അപ്പൊ ക്ലിക്ക് ആവാൻ കുറച്ച് ടൈം എടുത്തു. ഇപ്പോഴാണ് ഒന്ന് ക്ലിക്കായി വരുന്നത് ഞാൻ വന്നോടുകൂടി. അപ്പോ എന്തായാലും മുട്ടുവിൻ തുറക്കപ്പെടുന്നല്ലേ. എന്നായാലും ഞങ്ങളും ഒന്ന് ഫേമസ് ആവും, ഫേമസ് ആവും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അവർക്കൊക്കെ താങ്ക്സ്. അപ്പൊ നിങ്ങൾക്കും അറിയുന്നുണ്ടാവും, വീഡിയോസ് ഇടുന്ന ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും. നമ്മളെ ഒരുപാട് പേര് തളർത്താനൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അതിലൊന്നും നമ്മൾ വീടരുത്. പിന്നെ എന്നോട് ആരും നേരിട്ട് വന്നിട്ടൊന്നും പറയില്ല കേട്ടോ. കാരണം എന്താ പറയുക, ഞാൻ നല്ല മറുപടി കൊടുക്കും. എന്റെ പ്രൊഫഷൻ തന്നെ ടീച്ചിങ് ആയതുകൊണ്ട് ഞാൻ നന്നായി സംസാരിക്കും. കുട്ടികളോടാണെങ്കിലും വലിയവരോടാണെങ്കിലും എന്ത് ഇങ്ങോട്ട് പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് നന്നായി സംസാരിക്കും. അതിപ്പോ ധിക്കാരം അങ്ങനെയൊന്നല്ല, ഞാൻ അങ്ങനെയാണ്. നന്നായി മറുപടി കൊടുക്കും ആർക്കാണെങ്കിലും. പിന്നെ ഇന്ത്യയിലെ തെറ്റ് എന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ ക്ഷമിക്കും, ഞാൻ അതിന് ഇതാക്കും. പക്ഷെ എല്ലാവർക്കും അറിയാം, കൂടുതൽ സംസാരിക്കുന്നവർ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ല, നമ്മളെ ആരും ഇങ്ങോട്ട് ദ്രോഹിക്കാനും വരുന്നില്ല. വന്നു കഴിഞ്ഞാലേ നമുക്കറിയുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു ദിവസമായിരുന്നു. എനിക്ക് പായസം വേണം. നിങ്ങൾക്ക് സേമിയ പായസമാണ് കേട്ടോ. ഇവിടെ ആർക്കും ഇഷ്ടമല്ല. ആർക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഇവിടെയൊക്കെ പാലട ഇഷ്ടം. പോയിട്ട് വന്നിട്ട് വേണം ഒരു ദിവസം പാലട ഉണ്ടാക്കാൻ. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. ഞാൻ സന്തോഷവതിയായി. താങ്ക് യു ഫോർ യുവർ വിഷസ് ഗൈസ്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. ബൈ. ഇപ്പോൾ ഓരോരുത്തരും എനിക്ക് വിശ്വസത മെസ്സേജ് വരിക കേട്ടോ. ഒരുപാട് പേര് എനിക്ക് വിശ്വസിച്ചിരിക്കുന്നുണ്ട്. എല്ലാവരും എന്നെ ഓർക്കുന്നു എന്നുള്ളതിൽ സന്തോഷം. അപ്പോൾ ബൈ.